നമസ്കാരം. വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ഇലക്ഷൻ ബൂത്തിലേക്ക് പോവുകയാണ്. ലോക്സഭ ഇലക്ഷനാണ്. അപ്പോൾ ഈ 10 വർഷമായി സംസ്ഥാന സർക്കാർ, അതായത് പിണറായി സർക്കാരാണ് 10 വർഷമായി കേരളം ഭരിച്ചത്. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്, ഒരു ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. കൂടാതെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് ഇന്നലെ കൈരളി TV ഇറക്കിയ ഒരു അഭിപ്രായ സർവേയാണ്. അതിൽ വെറും 4 സീറ്റ് മാത്രം UDFന് നൽകിക്കൊണ്ട് ബാക്കിയെല്ലാം ഇടതുപക്ഷം പിടിച്ചു എന്നാണ് കൈരളി ഇറക്കിയ സർവേ പറയുന്നത്. അതിനുശേഷം അവർ തന്നെ ഒരു ന്യൂസ് ഇറക്കി, ഇത് നമ്മളല്ല ചെയ്തത്, വ്യാജ വാർത്തയാണ്, ഇതിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിച്ചു എന്ന തരത്തിൽ കൈരളി തന്നെ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്കിനി വിശദമായിട്ട് എന്തൊക്കെയാണെന്ന് സംസ്ഥാന സർക്കാർ, അതായത് പിണറായി സർക്കാർ 10 വർഷം കേരളത്തിന് എന്തൊക്കെ ചെയ്തുവെന്ന് നമുക്കൊന്ന് വിലയിരുത്തൽ നടത്താം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചർച്ചാ വിഷയമാണ് എങ്ങും. ബസ്സിലായിരുന്നാലും ട്രെയിനിലായിരുന്നാലും റോഡിലായിരുന്നാലും ചായക്കടകൾ ഉൾപ്പെടെ എല്ലായിടത്തും ഇപ്പോഴത്തെ ചർച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. ആര് ജയിക്കും, ഏത് പാർട്ടിയാണ് തേരോട്ടം വഹിക്കുക എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ ധൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് TRP റേറ്റ് എങ്ങനെ കൂട്ടാമെന്ന ഗവേഷണവുമായി മാധ്യമങ്ങൾ തന്നെ മുന്നിലുണ്ട്. കാലാവസ്ഥാ ചൂടും തെരഞ്ഞെടുപ്പിൻ്റെ ബഹളവും കൂടി ആയപ്പോൾ മാധ്യമങ്ങൾ ജനങ്ങൾക്കൊപ്പം കോമഡിയുമായി എത്താറുണ്ട്. AR VR സാങ്കേതിക സഹായത്തോടു കൂടി മാധ്യമങ്ങൾ തന്നെ അന്തിമ സർവേ ഫലം പുറത്തുവിടുന്നുണ്ട്. അത് പലതും തന്നെ ചിരിച്ചൊരു വഴിയാകും. ചില ചാനലാണെങ്കിൽ LDF വീണ്ടും വരും എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ തന്നെ അയ്യോ എന്ന വിളിയോടെ തലയിൽ കൈവയ്ക്കുന്നത് നമ്മൾ കാണുന്നതാണ്. കാരണം അതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. 10 വർഷമാണ് പിണറായി സർക്കാർ കേരളം ഭരിച്ചത്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്നൊരു വാചകമുണ്ട്. അത് യാഥാർത്ഥ്യമായത് ഇവിടെ കേരളത്തിലാണ്. വെള്ളം, വൈദ്യുതി, ഇന്ധനം, ആവശ്യ സാധനങ്ങൾ മുതൽ പാവപ്പെട്ടവരുടെ ആശ്രയമായ സിവിൽ സപ്ലൈകോ വരെ മാറ്റത്തിൻ്റെ കാറ്റ് വീശി. മാറ്റമെന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും വികസനത്തിൻ്റെ മാറ്റമെന്ന്. അല്ല, വിലവർധനയുടെ വികസനമാണ് പിണറായി സർക്കാർ നടത്തിയത്. നമ്മുടെ ധനമന്ത്രി പത്രസമ്മേളനം നടത്തിയാൽ ഖജനാവിൽ 1 രൂപ പോലും എടുക്കാനില്ല എന്ന വാർത്ത ജനങ്ങൾ 10 വർഷം കൊണ്ട് കേട്ട കേൾവിയാണ്. ധനമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേൾക്കുമ്പോൾ തന്നെ ചാനൽ മാറ്റുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിലുണ്ട്. ഏറ്റവും വലിയൊരു കോമഡിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമ്മൾ കേട്ടത്. എന്നാൽ അക്കങ്ങൾ പോലും കൂട്ടി വായിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞത് വൈകിയാണ്. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ച സമയത്ത് അക്കങ്ങൾ പോലും കൂട്ടി വായിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അതോടുകൂടിയാണ്. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വികസനം തന്നെ ഒരു അസ്തമയമായി എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ആകെ കണ്ട ഒരു വഴിയെന്ന് പറയുന്നത് സ്കൂളുകളുടെ ഓട് ഇട്ടിരിക്കുന്നതെല്ലാം ഇളക്കി മാറ്റി പുതിയൊരു കെട്ടിടം പണിയുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു വികസനം. അങ്ങനെ അവിടെ കെട്ടിടങ്ങൾ രൂപം കൊണ്ടു. ഇത് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന മട്ടിൽ ഓടി നടന്ന് ഉദ്ഘാടനമായി. സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അത് പോരല്ലോ സാറേ, അധ്യാപകർ വേണ്ടേ? കുട്ടികൾക്കായി ചെറിയ ക്ലാസ്സുകൾ മുതലേ ഇൻഡസ്ട്രിയൽ വിസിറ്റും പ്രാക്ടിക്കൽ സെഷനുമൊക്കെ വേണ്ടേ? അതല്ലേ കുട്ടികൾക്ക് ആവശ്യം? അപ്പോഴാണ് ഒരു മഹത് വ്യക്തി പറയുന്നത് നമ്മൾ കേട്ടത്. സ്കൂളിൻ്റെ കെട്ടിടങ്ങളെല്ലാം കണ്ട് 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിച്ച് ടൂറിസ്റ്റുകൾ മുറി ചോദിക്കുന്നു എന്ന വാർത്ത, അത് ഏറ്റവും വലിയൊരു മികച്ച കോമഡിയായി മാറി. അങ്ങനെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും അവർ വെച്ച ഒരു അജണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ സാധിച്ചതാണ് KSRTC, നമ്മുടെ ആനവണ്ടി തന്നെയാണ്. ഇടതുപക്ഷം വരുന്നതോടുകൂടി KSRTCക്ക് ഒരു ജീവൻ വയ്ക്കുമെന്നും രക്ഷപ്പെടുമെന്നുമായിരുന്നു ഇടതുപക്ഷം പറഞ്ഞിരുന്നത്. UDF ഭരിച്ചിരുന്നപ്പോൾ ശമ്പളമെങ്കിലും കിട്ടുമായിരുന്നു, അതായത് കഞ്ഞി കുടിച്ചെങ്കിലും KSRTCയിലെ ജീവനക്കാർക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ LDF വന്നപ്പോൾ അതും പോയി. അങ്ങനെ 2ാം സർക്കാർ വന്നു. കിറ്റ് കാണിച്ച് വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്ന സർക്കാർ, അതും ഇടതുപക്ഷം. മഹാമാരി കോവിഡൊക്കെ സംഭവിച്ച് ഖജനാവിൽ ധനമന്ത്രി കൈയിട്ട് നോക്കുമ്പോൾ 1 രൂപ പോലും ഇല്ല എന്ന് സത്യം ധനമന്ത്രി തിരിച്ചറിഞ്ഞു. ധനമന്ത്രി ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന മട്ടിലായി. അങ്ങനെയാണ് മന്ത്രിസഭ കൂടി സെസ്സും വിലവർധനയും ഒക്കെയായി ജനങ്ങൾക്ക് മേൽ കനത്ത ഒരു പ്രഹരം ധനമന്ത്രിയുടെയും സർക്കാരിൻ്റെയും വക എത്തിയത്. അങ്ങനെ എല്ലാം കൊണ്ട് ജനം പൊറുതിമുട്ടി. ഇനി ഇടതുപക്ഷ സർക്കാരേ വേണ്ട, ഇനി അവരെ ജയിപ്പിക്കില്ല എന്ന കടുത്ത തീരുമാനം അങ്ങെടുത്തു. എല്ലാ ചാനലുകളും അഭിപ്രായ സർവേ ഫലം പുറത്തുവിട്ടു.
LDFന് കുറച്ച് സീറ്റുകൾ കൊടുത്തും UDFന് കുറച്ച് കൂടുതൽ സീറ്റുകൾ, UDFന് അധിക സീറ്റുകൾ കൊടുത്തും BJPക്ക് ഒരു സീറ്റുകൾ വരാം, ത്രികോണ മത്സരം, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറഞ്ഞും LDFനെ ആരും ഒരു മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിൽ മറ്റ് ചാനലുകളെല്ലാം എത്തിച്ചു. അങ്ങനെയാണ് കൈരളി. അപ്പോൾ കൈരളി ചാനലിൽ ഒരു വിഷമം വന്നപ്പോൾ കൈരളി ഒരു അഭിപ്രായ സർവേ പുറത്തുവിട്ടു. കൈരളിയെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം CPMന്റെ പാർട്ടി ചാനലാണ് കൈരളി. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഊന്നൽ LDFന് നൽകിക്കൊണ്ട് 4 സീറ്റുകൾ മാത്രം UDFന് വിട്ടുകൊണ്ട് കൈരളി പുറത്തിറക്കി. ഇപ്രാവശ്യവും ലോക്സഭാ തിരഞ്ഞെടുപ്പ് LDF തന്നെ വിജയിക്കും. ഇതൊരു ഏറ്റവും മികച്ചൊരു കോമഡിയായി എത്തി. ഈ സർവേ എല്ലായിടത്തും എത്തിയപ്പോൾ വലിയൊരു ഹാസ്യരൂപേണ ചിരിയായി എത്തിയപ്പോൾ കൈരളി ചാനൽ തന്നെ ഒരു ന്യൂസ് പുറത്തു വിട്ടു. ഇത് നമ്മൾ ഇറക്കിയതല്ല, നമുക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് വ്യാജമാണ്, ഇത് ആരോ ഫോട്ടോഷോപ്പ് ചെയ്ത് വച്ചതാണ് എന്ന് കൈരളി ചാനൽ പറയുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, സാധാരണ പോലെ നമ്മളിതിൽ നിയമ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.